മമ്മൂട്ടിക്കും മോഹൻലാലിനും മലയാള സിനിമയിലുള്ള സ്ഥാനം അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആർക്കും തട്ടിയെടുക്കാൻ കഴിയില്ല. അവരുടെ പ്രായത്തിനും ആകാരത്തിനും അനുസൃതമായി മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കുന്നു. എത്ര ന്യൂ ജനറേഷൻ സിനിമ വന്നാലും മമ്മൂട്ടിയും മോഹൻലാലും അപ്രസക്തരാവില്ല. അത്രമാത്രം ആ രണ്ട് താരങ്ങളെ മലയാളികൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. മെഗാസ്റ്റാർ എന്ന പദവി അവർക്ക് മാത്രമേ മലയാളികൾ കൊടുക്കൂ. അതുകൊണ്ടാണ് അവരെ രണ്ടുപേരെയും ആരും ഒരിക്കലും മടുക്കാത്തത്. അവരുടെ വെട്ടിത്തിളങ്ങുന്ന സാന്നിധ്യവും സൗരഭ്യവും ദീർഘകാലം തുടരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. എന്നാൽ രണ്ടാം നിരയിലും മൂന്നാം നിരയിലും ആരാണ് നിൽക്കുന്നത് എന്നതിനെ കുറിച്ച് തർക്കമുണ്ട്. ജയറാം അടക്കമുള്ള അനേകം നടന്മാർ അവിടെ നിൽക്കുന്നു. പൃഥ്വിരാജും ഫഹദ് ഫാസിലും നിവിൻ പോളിയും കുഞ്ചാക്ക ബോബനും ദുൽഖർ സൽമാനും ടോവിനോ തോമസും ഒക്കെ മത്സരിച്ച് നിൽക്കുകയാണ്. അവിടെ എല്ലാവരും നായകന്മാരാണ്. തമ്മിൽ ആരാണ് ഭേദമെന്ന് ചോദിച്ചാൽ ആർക്കും ഉത്തരമില്ല. ഇവർക്കെല്ലാം ഇടയിൽ അല്പം മുമ്പിൽ നിൽക്കുന്നത് പൃഥ്വിരാജും ഫഹദ് ഫാസിലുമാണ് എന്നെല്ലാവർക്കും അറിയാം. ഫഹദ് ഒരു പാൻ ഇന്ത്യൻ സിനിമാ താരമായി വളർന്നിരിക്കുന്നു. മലയാളത്തെക്കാൾ കൂടുതൽ പ്രതിഫലം തെലുങ്കിൽ പറ്റുന്ന നടനായി മാറിയിരിക്കുന്നു. പൃഥ്വിരാജിന് ആഗോള പരിവേഷമുണ്ട്. അവർക്കിടയിലേക്കാണ് ഉണ്ണിമുകുന്ദൻ എന്ന താരം ഒരൊറ്റ സിനിമയിലൂടെ കടന്നു വരുന്നത്. പൃഥ്വിരാജുമായി നേർക്കുനേർ പോരാടി പൃഥ്വിരാജ് കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ആ കസേരയിലേക്ക് തന്നെയാണ് ഉണ്ണിമുകുന്ദന്റെ വരവ്. ശരീരഭാഷയിൽ പൃഥ്വിരാജിനോട് തന്നെയാണ് ഉണ്ണിമുകുന്ദൻ മത്സരിക്കുന്നത്. പൃഥ്വിരാജിന്റെ കഥാപാത്രങ്ങൾ തന്നെയാണ് ഉണ്ണിമുകുന്ദന് ചേരുന്നത്. അതുകൊണ്ട് തന്നെ ഉണ്ണി പൊടുന്നനെ കത്തിത്തിളങ്ങി വരുമ്പോൾ അത് ഭീഷണിയാകുന്നത് അല്ലെങ്കിൽ മത്സര കാരണമാകുന്നത് പൃഥ്വിയിലൂടെയാവും.